എവ്രിവൺ, SSLC ഇംഗ്ലീഷിൽ ഒരു ഷോർട്ട് ക്വസ്റ്റൻ ആണ് അപ്രിസിയേഷൻ റൈറ്റിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഉറപ്പായിട്ടും ഈ ഓണപരീക്ഷയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ എന്ന് പറഞ്ഞ സ്പീച്ചിന്റെ അപ്രിസിയേഷൻ ആണ്, ആസ്വാദന കുറിപ്പാണ്. എപ്പോഴും ഒരു അപ്രിസിയേഷൻ എഴുതുന്ന സമയത്ത് നമ്മൾ ആദ്യം പാരഗ്രാഫ് 1 ടൈറ്റിൽ കൊടുത്തിട്ടുണ്ടായിരിക്കണം. പാരഗ്രാഫ് 1 നമ്മൾ ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നു. അവിടെ ടൈറ്റിൽ ഓഫ് ദ പോയം ഓർ സ്പീച്ച്, ദെൻ അബൌട്ട് ദ പോയറ്റ് ഓർ ഓതർ, ദെൻ തീം ഓഫ് ദ സ്പീച്ച് ഓർ തീം ഓഫ് ദ പോയം. രണ്ടാമത്തെ പാരഗ്രാഫിൽ നമ്മൾ തന്നിരിക്കുന്ന ലൈൻസ് എന്ത് ചെയ്യുക, കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്യുക, അത് ഇലാബറേറ്റ് ചെയ്യുക. 4 മാർക്കിന്റെ ചോദ്യമാണ്, അതുകൊണ്ട് തന്നിരിക്കുന്ന ലൈൻസ് എക്സ്പ്ലെയിൻ ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങൾ ജനറലായി ഒന്ന് തൊട്ട് പറഞ്ഞു പോയാൽ മതി. മൂന്നാമത്തെ പാരഗ്രാഫ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അവിടെ നിങ്ങൾ പോയറ്റിക് ഡിവൈസസുകളെ കുറിച്ച് കൃത്യമായി പറയണം. എന്നിട്ട് അവസാനം എന്ത് ചെയ്യാം, നിങ്ങളൊരു കമന്റ് കൂടെ കൊടുക്കാം. ഇത് എങ്ങനെയാണ് കൃത്യമായിട്ട് എഴുതേണ്ടത്, എങ്ങനെയാണ് സിസ്റ്റമാറ്റിക്കായി സ്ട്രക്ചർ ചെയ്യേണ്ടത് എന്ന കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഇന്ന് വൈകുന്നേരം 7:15 നമ്മുടെ മെഗാ മാരത്തണിൽ ഉണ്ടായിരിക്കുക. ഞാനും JD സാർ അവിടെ ഉണ്ടായിരിക്കും. ഒരു കാരണവശാലും ലൈവ് മിസ് ചെയ്യരുത്. ബൈ എവരിവൺ.